ഉപയോഗശേഷം നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യം പരിസ്ഥിതിയുടെ വില്ലനാണ്. വലിച്ചെറിയരുത്, പകരം നമുക്ക് തരൂ എന്നാണ് സ്വകാര്യ സംരംഭമായ ഗ്രീൻ വേംസ് ജനങ്ങളോട് പറയുന്നത്. പ്രകൃതിക്ക് അത്രയും ദോഷകരമായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളാണ് ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ 40ഉം വയനാട്, മലപ്പുറം ജില്ലകളിലെ ചില തദ്ദേശ സ്ഥാപനങ്ങളും പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് ഗ്രീൻ വേംസുമായി കൈകോർത്തിട്ടുണ്ട്. $1820 മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യം വലിയ അളവല്ലേ? കഴിഞ്ഞ മാസം മാത്രം താമരശ്ശേരിയിലെ പ്ലാന്റിൽ സംസ്കരിച്ച പ്ലാസ്റ്റിക് മാലിന്യത്തിൻ്റെ കണക്കാണ്. വീടുകളിലെത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യമാണ് സംസ്കരണ യൂണിറ്റിലേക്ക് എത്തിക്കുന്നത്. നിലവിലൂടെ നമ്മൾ 2 തരത്തിലെ സോർട്ടിംഗ് ആണ്. പ്രൈമറി സോർട്ടിംഗ് ആണ്, സെക്കൻഡറി സോർട്ടിംഗ് ചെയ്യുന്നത്. പ്രൈമറി സോർട്ടിങ്ങിൽ ഹൈലി കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ബെൽറ്റിനെ താഴെ വെച്ചിട്ട് തന്നെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി സോർട്ടിങ്ങിലാണ് വാല്യുബിൾ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നിലവിലുള്ള 22 ഐറ്റംസ് ആക്കിയിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട്. അതിൽ റിജക്റ്റഡ് മെറ്റീരിയൽസ് ഉണ്ട്, വാല്യുബിൾ പ്ലാസ്റ്റിക്സ് ഉണ്ട്, നോൺ വാല്യുബിൾ പ്ലാസ്റ്റിക്സ് ഉണ്ട്. മാലിന്യം ശേഖരിക്കുന്നിടങ്ങളിൽ നിന്നുള്ള സർവീസ് ചാർജും തരംതിരിച്ച മാലിന്യങ്ങൾ റീസൈക്ലിംഗ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന തുകയുമാണ് വരുമാനം. ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്ത് അത് അവസാനിക്കുന്നത് പിന്നെ വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആയിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു ഗ്രീൻ വേംസിൻ്റെ ലക്ഷ്യം. അതേ രീതിയിൽ തന്നെ ഗ്രീൻ വേംസ് റീസൈക്കിൾ പ്ലാന്റിൽ വെച്ചിട്ട് ഗ്രാന്യൂൾസ് പുറത്തിറക്കുന്നുണ്ട്. ഗ്രീൻ വേംസിൻ്റെ സ്വന്തമായിട്ടുള്ള ഗ്രാന്യൂൾസുകൾ അത് ഇനി പുതിയ പ്ലാസ്റ്റിക്കുകളായിട്ട് പുറത്തിറങ്ങും. ബാക്കി പുനരുപയോഗിക്കാൻ പറ്റാത്ത മെറ്റീരിയലുകൾ നമ്മൾ സിമെൻറ്റ് ഫാക്ടറികളിലോട്ട് കയറ്റി അയക്കുന്നതാണ്. $2021 മുതലാണ് ഗ്രീൻ വേംസിന്റെ അജൈവ മാലിന്യ സംസ്കരണ യൂണിറ്റ് താമരശ്ശേരി പുല്ലാഞ്ഞിമേട്ടിൽ പ്രവർത്തനം തുടങ്ങിയത്. ശിഖരങ്ങൾ മറ്റു ജില്ലകളിലേക്കും പടർന്നു കഴിഞ്ഞു. മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.